സ്ഥാനാർത്ഥിയാക്കാത്തതിൽ മനംനൊന്ത് തിരുവനന്തപുരത്തൊരു യുവാവ് ആത്മഹത്യ ചെയ്തുവെന്ന വാർത്ത ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ മരവിപ്പിക്കുന്നതാണ്. വളരെ ചെറുപ്പക്കാരിയായ ഭാര്യ, അവർ 2 തവണ ഹോസ്പിറ്റലൈസായി ബോധരഹിതയായി വീണു. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ, അച്ഛൻ്റെ മൃതദേഹം പിടിച്ച് വിളിക്കുന്ന നിലവിളി, വൃദ്ധരായ മാതാപിതാക്കൾ, ഇത്രയേറെ ജീവനെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെക്കാൾ വലുതാണോ ഒരു സ്ഥാനാർത്ഥിത്വം? അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഒരു അധികാരമോഹം മനുഷ്യൻ എന്തുമാത്രം അന്ധനാക്കുന്നു എന്ന് നോക്കൂ. പലപ്പോഴും മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത് കൂടെ നിൽക്കുന്നവർക്കും സഹപ്രവർത്തകർക്കും പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒരു മരണം കൊണ്ടൊരു പ്രതികാരം ചെയ്യാൻ, അവരനുഭവിക്കട്ടെ, ഞാൻ പണി കൊടുക്കാമെന്നൊക്കെയുള്ള മോഹം കൊണ്ടായിരിക്കും ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ മരണം നമുക്ക് മാത്രമാണ് നഷ്ടമാകുന്നത്, പിന്നെ നമുക്ക് പ്രിയപ്പെട്ടവർക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ മരണം കൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുക പോലും ചെയ്യും. അപ്പോൾ ഇനിയിപ്പം ഇലക്ഷനൊക്കെ വരുന്ന സമയമാണ്. ഇത്തരം പല വാർത്തകളും നമുക്ക് കേൾക്കാനാകും. ഇപ്പോൾ ഇവിടെ മരിച്ചത് BJP പ്രവർത്തകനായിരുന്ന ആനന്ദ് എന്ന് പറയുന്ന യുവാവാണ്. ഇത് രാഷ്ട്രീയമായി പറയുന്നതല്ല, എന്തെങ്കിലും വൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല. മരിക്കുന്നത് BJPക്കാരനായാലും കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ഇനി മറ്റേതൊരു പാർട്ടിയിലെ ആളായാലും നമ്മുടെ മനുഷ്യരെല്ലാവരും ആദ്യം നമ്മളെ സ്നേഹിക്കുന്നൊരു കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയൊക്കെ ഭാഗമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സീറ്റ് നിഷേധിച്ചത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഒരു പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് മിനിമം മനോബലവും ഒരു കോമൺ സെൻസും ഒക്കെ അത്യാവശ്യമല്ലേ? അപ്പോൾ ഇത് മരിച്ച ആളിനോടുള്ള അനാദരവ് കൊണ്ട് പറയുന്നതല്ല, മറ്റുള്ളവർക്കൊരു പാഠമായി പറയുന്നതാണ്. ഒരു സീറ്റ് നിഷേധിച്ചതുകൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം മനോബലമില്ലാത്തവർക്ക് പറ്റിയ പണിയല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരുപാട് നിഷേധങ്ങളുടെയും ഒരുപാട് നീതി നിഷേധങ്ങളുടെയൊക്കെ ഒരു ഏരിയ തന്നെയാണ്. അതെല്ലാ പാർട്ടിയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ അതിജീവിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും ചേർന്നൊരു ജോലിയല്ല ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയമെന്നല്ല, ഈ ആത്മഹത്യയെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നും മറ്റേതോ ഒരു സ്ത്രീയും ആത്മഹത്യ ശ്രമം നടത്തിയെന്ന വാർത്തയും വായിച്ചു. അപ്പോൾ ഇത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നതാണ്. ഒരിക്കലും അനുകരിക്കാൻ പറ്റുന്നൊരു മാതൃകയല്ല ഈ ആത്മഹത്യാ ശ്രമവും ആത്മഹത്യയും ഒന്നും. അതും ഒരു ഇലക്ഷൻ ഒരു സീറ്റ് നിഷേധിച്ചതുകൊണ്ട് വളരെ വിലപ്പെട്ട, എത്രയോ കാലം സന്തോഷകരമായി ജീവിക്കേണ്ട ഒരു ജീവൻ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു മാതൃകയല്ല ആർക്കും. ചിലതൊക്കെ പറയാതിരിക്കാനാവാത്തത് കൊണ്ട് പറഞ്ഞു പോണതാണ്. ആരെയും വേദനിപ്പിക്കാനല്ല. താങ്ക് യു.